ഒഴിഞ്ഞ. ഇത് ഭയങ്കര അവസ്ഥ. ഇതാണ് ഒഴിഞ്ഞ. തലയത്തേക്ക് മരുന്നിന് ഇടിച്ച്. ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. നെഞ്ചാമ്പൂടി ഇടിച്ച് കലക്കാൻ ഇത് ഇടിച്ച് പിടിച്ച് കുടിച്ച മാറും. ഇത് മാത്രല്ല വേറെ 2 പച്ചമരുന്നും കൂടെ ഉണ്ട് അതിന്റെ കൂടെ ചേർക്കാൻ. മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കിടക്കും. കായുണ്ട്. അതില് അതാണ് പൊട്ടി തെറിക്കും. എന്നിട്ട് കാ പിടിക്കും, അരി പിടിക്കും, തൈ പിടിക്കും. ഇതെള്ള്. ഇതാണ് എള്ള്. ഉണ്ട്. ഇതെല്ലാം മഴ പിടിക്കൊണ്ട് എല്ലാം പിടിച്ചു വരും. എണ്ണയ്ക്ക് എടുക്കും. ഇതാണ് എണ്ണയ്ക്ക് എടുക്കുന്നത് കൂടുതലും. എണ്ണയ്ക്ക് എടുക്കും. നമ്മൾ വല്ല പൊരിക്കാനൊക്കെ എടുക്കുന്ന സാധനം. കൃഷ്ണന് പായസം വെക്കുന്നത് എള്ള്. പിന്നെ പിടിക്കും. ഇനി മേലുണ്ട്. അത്ര ഔഷധ കലവറയാണ്. മരുന്ന് ഉണ്ടാക്കുന്നവർക്കല്ലേ ഇതിന്റെ ആവശ്യമുള്ളൂ. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വനയാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ട്, ആദിവാസി മേഖലകളിൽ പോകാറുണ്ട്, പാരമ്പര്യ ചികിത്സകൾ കാണാറുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതുപോലെയുള്ള ഒരു സ്ഥലത്താണ്. മലയിൽ പുതുവലിൽ പുത്തൻവീട്, ഇടുക്കുപാറ, ചടയമംഗലത്തെ ഒരു ഉൾപ്രദേശമാണ്. ഒരുപാട് പച്ചമരുന്നുകളുടെ ചികിത്സ നടത്തുന്ന പങ്കജാക്ഷി അമ്മ എന്ന് പറയുന്ന 68 വയസ്സുള്ള പാരമ്പര്യ ചികിത്സ നടത്തുന്ന അമ്മയുടെ വീട്ടിലാണ്. നല്ല അടിപൊളി എണ്ണയും പ്രസവ ശുശ്രൂഷകളുള്ള മരുന്നുകളും നടുവേദനയും അതുമൊക്കെ മാറി ഒഴിച്ചിലും പിഴിച്ചിലും എല്ലാം നടത്തുന്ന അമ്മയാണ്. എന്ത് മരുന്ന് വേണമെങ്കിലും ഉണ്ടാക്കി തരും. പക്ഷേ അത് പാരമ്പര്യമായുള്ള ഒരു നിർമ്മിതിയാണ്, നാച്ചുറലായിട്ട് പറിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പങ്കജാക്ഷി അമ്മയുടെ ആയുർവേദ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോകാം. അപ്പോൾ എല്ലാവരും ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ ഫോളോ ചെയ്തോളൂ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പാങ്ങോട്ടൊന്ന് ഞാൻ കൊണ്ടുവന്ന് മേടിച്ചോണ്ട് നമുക്ക് എങ്ങനെയും തിന്നുന്നതും തോരൻ വെച്ച് വേറെ തിന്നാം. വയറ്റിന് കുടലിലുള്ള അസുഖങ്ങളെല്ലാം മാറും. ചതവേലിക്കിഴങ്ങ് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നാട്ടിൻപുറത്തെല്ലാം വെട്ടിക്കളഞ്ഞു കണ്ടോ. ചതവേലിക്കിഴങ്ങ് ഇത് ഏറ്റവും ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത് ചുരണ്ടി നമ്മൾ തോരൻ വെച്ച് വരെ കഴിക്കുന്നതാണ്. കഴിവ് ലേഖ്യത്തിന് ഒന്നാം പറ്റിയ മരുന്നാണ്. ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കും അല്ലാത്തവർക്കും പുരുഷന്മാർക്കും എല്ലാം കഴിക്കാം. കുട്ടികൾക്ക് വരെ കഴിക്കാം. പൈസ കൊടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചതാവലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വള്ളി ഏതാണ്ട് ഇത് പടന്ന് വണ്ടല് ചേർക്കും. കിഴങ്ങുണ്ട്. ഇത് മുള്ളുണ്ട്. ഇത് മുള്ളുള്ളതാണ്. നമ്മുടെ ഈ പുരുഷന്മാരുടെ അത് ഇതല്ല. അതിന്റെ കൂടെ ഇത് കാച്ച് പൊടി, പാൽമുതക്ക് കിഴങ്ങ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നത്? പാൽമുതക്ക് നമ്മൾ കളച്ചോണ്ടിരുന്ന വനത്തിലൊക്കെ പോയേ കിട്ടും. അത് കളച്ചോണ്ട് വന്നിട്ട് അത് ചുരണ്ടി വൃത്തിയായിട്ട് കഴുകി മണ്ണ് കളഞ്ഞിട്ട് ചീനി ചുരണ്ട പോലെ ഇങ്ങനെ ചുരണ്ടണം. ചുരണ്ടിയിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മൾ ചീനി പുഴുങ്ങാൻ വെട്ടി മുറിക്കും പോലെ മുറിച്ച് 3-4 പീസാക്കി വെള്ളത്തിട്ട് 3 ദിവസം വെള്ളത്തിട്ട് ഊറ്റണം. രാവിലെ വൈകിട്ടായിട്ട് കഴുകി ഊറ്റി കളഞ്ഞിട്ട് 3-ാമത്തെ ദിവസം രാവിലെ ആ വെള്ളം തെളിച്ചളഞ്ഞിട്ട് കണ്ണാപ്പ പാത്രത്തിലോട്ട് ഊറ്റി വയ്ക്കാൻ വെള്ളം തുറമ്പോൾ അത് കൊച്ചു ചരുവത്തിലോ പാത്രത്തിലോ കനം കുറച്ച് ഏത്തക്ക നമ്മൾ കൊച്ചുങ്ങൾക്ക് കുറുക്ക അരിയും പോലെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കണം. ആ 2-3 ദിവസം നല്ല വെയിലുള്ള ഉണക്കി അത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയതിന് ശേഷം പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഒരു ടിന്നിലാണ് വെച്ചിട്ട് അത് ഓരോ സ്പൂൺ വെച്ച് 1 ഗ്ലാസ് പാലിൽ കാച്ചി അത് രാവിലെ വെറും വയറ്റി അവർക്ക് കുടിക്കാം. ക്യാൻസർ, കുടലിലുള്ള അസുഖങ്ങൾ, ക്യാൻസർ, പിന്നെ ഈ പുരുഷന്മാർക്ക് ഈ കുട്ടികൾ ജനിക്കാത്തിരിക്കുന്ന പിള്ളേർക്കൊക്കെ ഇപ്പോഴത്തെ ഷുഗർ ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, ആൾക്കാർക്ക് ബലഹീനത. പക്ഷെ അത് 90 വയസ്സാവുന്നവരും ഈ പിന്നെ 60 വയസ്സാവുന്ന അവർക്കുള്ള ആരോഗ്യവും ആ പണ്ടത്തെ പോലെയുള്ള ഒരു ആരോഗ്യ ശക്തി അവർക്കുണ്ടാവും. കിഴങ്ങാണ് യൗവനം ഉണ്ടാക്കി വരുന്നത്. അത് സ്ത്രീകൾക്കും കഴിക്കാം, ഈ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കഴിക്കാം, ഈ മേഘത്തിന്റെ അസുഖമുള്ളവർക്ക് കഴിക്കാം. പിന്നെ വയറ്റിൽ ഒരു അസുഖം ഉണ്ടാവില്ല, ശരീരത്തിന് ആരോഗ്യ ശക്തി ഉണ്ടാവും. കൂടും ഉണ്ടാവും. അതുണ്ടാവും. അവർക്ക് കുട്ടികൾ ഇല്ലാത്ത കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങളും ജനിക്കും. അത് വനത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അത് പണ്ട് നമ്മളെ ഈ വനപ്രദേശമായപ്പോ ഉണ്ടായിരുന്ന റബ്ബറും എല്ലാ കായും മരങ്ങളും വൃക്ഷങ്ങളൊക്കെ ആയപ്പോ എല്ലാം വെട്ടിമുറിച്ച് ഈ ചതാവലി കിഴങ്ങ് പോലും ഓരോരുത്തരും അറിയത്തില്ല. അത് വരെ വെട്ടിപ്പറിച്ച് ദൂരൊക്കെയാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മളത് ശരിയാക്കി എടുക്കുന്നതിനൊരു ഇതുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ 3 വെള്ളം ഊറ്റണം. വൃത്തിയായിട്ട് കഴുകി നമ്മൾ ചീനി ചുരണ്ടി എടുക്കും പോലെ ഇരിക്കും. അത് വെള്ളേന് കനം കുറച്ച് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി അത് മിക്സിയിൽ പൊടിച്ച് ടിന്നിലാക്കി വെച്ചിട്ടാണ് ഈ ഓരോ സ്പൂൺ ഇട്ട് കാച്ചി ഈ പാലിൽ കുടി. 1 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ പൊടി. അപ്പൊ ഈ പുരുഷന്മാർക്ക് പാൽമുതക്കിൻ ലേഹ്യം എന്ന് പറഞ്ഞ കടകളിൽ വരുന്ന ലേഹ്യം നല്ല ലേഹ്യമാണോ? അത് നല്ലത് കാണൂല.
അവര് പേര് പറയുള്ളൂ. പക്ഷെ ഈ മരുന്നതിൽ ചിലപ്പോ പോയി പൊടി അങ്ങനെ ഒരു അഞ്ചൊക്കെ ലേഖം ഉണ്ടാക്കി അതിലെന്തൊരു ഫലവും കിട്ടും. അത് മാത്രം ഉപയോഗിക്കണം പാലില്. കിഴങ്ങ് കിട്ടി അതിന് പോയി കുളത്തുപ്പുഴ പോയി അതിന് ആരെങ്കിലും കൊണ്ട് വെട്ടി കളപ്പിച്ച് മേടിച്ചോണ്ട് വരണം. വനത്തിൽ പോണം. വനത്തിൽ പോയാലേ വെക്കും. വനത്തിൽ കാട്, വലിയ കാട് തടിയാ കിടക്കുന്നില്ലേ, ആ കാട്ടിലൊക്കെ ഉണ്ട്. കാട്ടിൽ നമ്മൾ തിരക്കി പോയാൽ കിട്ടത്തുമില്ല. അല്ലാതെ നമ്മൾ വഴി കിടക്കുമ്പോൾ ചില വഴിയരിവിനൊക്കെ വെച്ച് കാണും. പാൽമുതുക്ക് കിഴങ്ങ് സത്യം തന്നെ. ഈ പറയുന്ന അശ്വഗന്ധ ലേഖം കടകളിൽ കിട്ടുന്ന എനിക്ക് പറയാൻ പറ്റൂല. അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ എനിക്കറിയത്തില്ല. പാൽമുതക്ക് പ്രസവക്കാർക്ക് നമ്മൾ സ്വന്തമായിട്ട് ലേഖ്യം ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഒരുപാട് മരുന്നുണ്ട്. ഈ പച്ചമരുന്ന് ഈ ഇതുവരെ ചതവാലി കിഴങ്ങ് ചേരും. അതിന് ഒരുപാട് സാധനമുണ്ട്. മളതാങ്ങിയില, ഉഴിഞ്ഞ, പിന്നെ തീണ്ടാനാഴി, പിന്നെ ഞവര, പിന്നെ ഈ തിരുപ്പലി എല്ലാം ചേരും. എന്നിട്ട് കാച്ചരക്ക്, പിന്നെ വറട്ട് മഞ്ഞള്, പാൽക്കായം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുക്ക്, തേൻ, നെയ്യ്, വെളിച്ചെണ്ണ, നല്ലെണ്ണ, ഇത് കരിപ്പോട്ടി ഉരുക്കി 3-4 കിലോ കരിപ്പോട്ടി മേടിച്ച് ഉരുക്കി അരിച്ചെടുക്കും. എന്നിട്ട് 5 തേങ്ങയുടെ പാല്, ഇതെല്ലാം കൂടെ ചേർത്ത് എണ്ണയും പിന്നെ നെയ്യും ലാസ്റ്റ് ഒഴിക്കും, തേനും. ബാക്കി ഇതെല്ലാം ചേർത്ത് ആ തേങ്ങാപ്പാൽ പറ്റി നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ കണക്ക് ഈ ലേഖയായി വരും. അത് കൈയെടുക്കാതെ ഇളക്കില്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ കങ്ങിയെ പോകും. അത് അവിടെ നിന്ന് അതെല്ലാം വൃത്തിയായിട്ട് ആ എണ്ണയെല്ലാം പിടിച്ച ലേഖം കുറുകി വരും. നമ്മൾ അലുവ പോലെ വരും. ഈ വറുത്തമഞ്ഞളൊക്കെ തോനെ ചേർക്കണം അതിനകത്ത്. നമ്മൾ വൃത്തിയുടെ അരിഞ്ഞ് കൈ കാച്ചരക്കില്ല, അത് കാണൂല പൊടിയിൽ. നമ്മൾ പാൽക്കായ ഉൾപ്പെടെ മേടിച്ച് ഈ പച്ചമരുന്നെല്ലാം പുറത്ത് മണ്ട, പുറത്ത് ചക്ക, പിന്നെ ഈ മുരിങ്ങപ്പട്ട, പിന്നെ ഈ ഇന്ദരിന്റെ യശങ്ങിന്റെ ഇല, ഈ പിന്നെ അശോകത്തിന്റെ പൂ, പിന്നെ പറിക്കാൻ നടന്നാലേ ആ പുല്ല് പേരുകളും വരും. പിന്നെ ചീലാന്തി ഇല കുറുക്കി തിന്നുന്നതാ. അത് അരിയിലൂടെ അരച്ച് തേങ്ങാപ്പാലൊഴിച്ച് കരിപ്പോട്ടും ചേർത്ത് കുറുക്കി രാവിലെ വേറ്റുകാരികൾ കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇത് അരച്ച് കുറുക്കി അവർക്ക് കൊടുത്താൽ അവർക്ക് നല്ലതാ. തിന്നാ ഉണങ്ങി കഴിക്കുന്ന പിള്ളേരും കനത്ത് വരും. അത് ആണുങ്ങൾക്ക് ഉണങ്ങി കഴിക്കുന്ന അസ്ഥിയണയിരിക്കുന്നവർ ഇത് കുറുക്കി കൊടുത്താൽ നല്ലതാ. അത് പിന്നെ തീണ്ടാനാഴി, അത് എന്തിരുന്ന പേര്, മുക്കുറ്റി എന്ന് പറയുന്ന സാധനമാണ്. ആ മുക്കുറ്റി ഇത് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആ സാധനം. ഇവിടെയൊക്കെ പോണ്ടത് ഇവരിടത്തിലെല്ലാം ഉണ്ട്. മുക്കുറ്റി എന്ന് പറയുന്ന സാധനം അത് എല്ലാ മരുന്നിനും ഉപയോഗിക്കുന്നതാണ്. അത് അരച്ച് കൊച്ചുങ്ങൾക്ക് കുറുക്കി ചെറുതാട്ടെ അരച്ച് പാല് കാച്ചി കൊടുത്താലും കൊച്ചുങ്ങളും നന്നാവുന്നതാ. ഈ ചീലാന്തിയില നമ്മൾ പണ്ട് ഇഡ്ഡലിയൊക്കെ ചൂടും, അതെടുത്ത് വെച്ച് ഇടിയപ്പം അല്ല, ഇഡ്ഡലി മാവ് ഒരുക്കുന്ന ഇഡ്ഡലി തട്ടിൽ വെച്ച് അത് കോരി ഒഴിച്ച് വിടും. പിന്നെ ഈ മുള്ളുമുരുക്കിന്റെ ഇല, ആ മുള്ളുമുരുക്കിന്റെ ഇലയിൽ നമ്മൾ ഇഡ്ഡലി പിടിക്കി തിന്നിട്ടുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, മരങ്ങളല്ല വെട്ടി മുറിച്ച് കളഞ്ഞ്. അപ്പൊ അങ്ങനെയുള്ള സാധനം കാണാനല്ല. ഇതൊക്കെ നമ്മൾ പോയി ലേഖം ഉണ്ടായി ഇത് മരുന്നെല്ലാം ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞ് അരിച്ച് കാച്ചരക്കും എല്ലാം അതിനകത്ത് കലക്കി ഈ അരിച്ച് വേറൊരു പാത്രത്തിൽ തേങ്ങാപ്പാലാണ് അരിക്കുന്നത്. പിന്നെ അരിച്ചങ്ങോട്ട് വെച്ച് ഈ തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിച്ച് കരിപ്പോട്ട് ഉരുക്കി എല്ലാം കൂടെ അടുപ്പിലോട്ട് ഒരുമിച്ചാണ് കലക്കി വയ്ക്കുന്നത്. കലച്ച് ഇളക്കി പറ്റിക്കുമ്പോഴാണ് ഈ നെയ്യ്, എണ്ണ, പിന്നെ നെയ്യും, പിന്നെ തേന്, വെളിച്ചെണ്ണ. 1 കിലോയ്ക്കാണെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണ വേണം. 1 കിലോയ്ക്കല്ല, 5 കിലോയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണയും 1 കിലോ നെയ്യ്, 1/2 കിലോ തേൻ, കൽക്കണ്ട്, പിന്നെ പാൽക്കായം, പിന്നെ ജാതിക്ക, പിന്നെ 2-3 കയറ്റിക്കുരു. എന്നുവെച്ചാൽ ആന്ധ്രക്കഴപ്പിന് വരെ ഉള്ള സാധനമാണ് ഈ പേറ്റ് മരുന്ന് ചേരുന്നത്. ഈ തൈലത്തിൽ മരുന്നുണ്ട്, കയറ്റിക്കുരു ഉൾപ്പെടെ ഉണ്ട്. ആ തൈലം തലതേക്കുന്നതല്ല, അത് നമ്മളെ ഈ കയറ്റിക്കുരൊക്കെ നമ്മളെ ഉള്ളിൽ ചെന്ന് നമുക്ക് ഏറ്റവും നല്ലതാണ്. പണ്ട് വയറ്റുവേനൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മളെയൊക്കെ അമ്മമാര് അത് വീട്ടിൽ ആരെങ്കിലും കിടന്ന് വയറ്റുവേനെടുത്ത് വട്ടം കിടന്ന് പൊളയുമ്പോ ഈ കയറ്റിക്കുരുവാണ് എപ്പോഴും അവിടെ വീട്ടുകളിൽ കാണുമല്ല, ഉരയ്ക്കുന്നതല്ല, അപ്പോഴും ഇടിച്ച് തല്ലി അടുപ്പിലോട്ട് വെച്ച് വെള്ളം. അന്ന് അടുപ്പും ഗ്യാസൊന്നുമില്ല, അടുപ്പിൽ ചേട്ടിച്ച് പെട്ടെന്ന് തിളപ്പിച്ച് ഊറ്റി ആ വെള്ളം പിടിച്ചു കൊടുക്കും. ആന്ധ്രകഥ എപ്പോഴേ നിൽക്കും. അതിനാണ് ഈ കയറ്റിക്കുരു. നമ്മൾ വേദനയെ കഴപ്പം എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ പച്ചയ്ക്ക് ഇതിനകത്തൊരു പരിപ്പുണ്ട്, അത് അമ്മിക്കല്ലോട്ട് ചരച്ച് അവിടെ തേച്ച് കൊടുത്താൽ ആന്ധ്രക്കഴപ്പം വയ്ക്കും.